16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി ജപ്പാൻ പ്രധാനമന്ത്രി തകാച്ചിയുമായി ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക സാങ്കേതിക മേഖലകളിലെ സഹകരണം, നിർമ്മിത ബുദ്ധി വികസനം എന്നീ വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയായി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ആദ്യത്തെ പ്രതിരോധ സഹകരണ കരാറും ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. ജപ്പാൻ ഇന്ത്യയുടെ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് ഈ പ്രധാനമായിട്ടുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചിട്ടുള്ളത്. ഇന്ത്യയും അതുപോലെ തന്നെ ജപ്പാനും ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ ചേർന്ന് സംയുക്ത പ്രസ്താവനയും നടത്തി. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. അതായത് ഇരു രാജ്യങ്ങളുടെയും നേതാക്കളായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിയും തമ്മിൽ വിവിധ മേഖലകൾ, അതായത് ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായിട്ടുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിയത് ഈ ഹൈദരാബാദ് ഹൗസിൽ വെച്ചാണ്. അതോടൊപ്പം തന്നെ മന്ത്രിമാർക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ ഒരു പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം, അതുപോലെ തന്നെ വ്യാപാരം, ഊർജ പ്രതിരോധ രംഗം, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളുടെ വികസനം തുടങ്ങിയ മേഖലകളിൽ ഊന്നിക്കൊണ്ടാണ് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്. വരുന്ന വർഷങ്ങളിൽ, അതായത് വരുന്ന 10 വർഷത്തിൽ എന്തെല്ലാം മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും എന്തെല്ലാം സംയുക്തമായി ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഒരു റൂട്ട് മാപ്പാണ് ഈ ഉച്ചകോടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അടുത്ത 10 വർഷത്തേക്കുള്ള സാമ്പത്തിക സഹകരണ റൂട്ട് മാപ്പ് ഞങ്ങൾ തയ്യാറാക്കി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അരുണിമ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായും 3 മേഖലകളിലാണ് ഇപ്പോൾ ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നതും സംയുക്ത പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നതും. അതിൽ ആദ്യത്തേത് സാമ്പത്തിക രംഗത്തെ സംയുക്ത പ്രഖ്യാപനമാണ്. അത് വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് ജപ്പാനിൽ നിന്ന് പരമാവധി നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് ഈ സാമ്പത്തിക സഹകരണം കൊണ്ട് അല്ലെങ്കിൽ ഈ സാമ്പത്തിക രംഗത്തെ ധാരണാപത്രം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഏതാണ്ട് 10 ട്രില്യൺ യെൻ എന്ന് പറയുന്നത് ജാപ്പനീസ് കറൻസിയാണ്. അത്തരത്തിൽ 10 ട്രില്യൺ യെൻ നിക്ഷേപം ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഇതിൽ നിന്ന് ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജപ്പാൻ കമ്പനികളുടെ എണ്ണം അത് ഇരട്ടിയാക്കും എന്നും ഈ ധാരണാപത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യകളിലെ അല്ലെങ്കിൽ സാങ്കേതിക രംഗത്തെ സഹകരണമാണ്. ഇതിൽ AI അല്ലെങ്കിൽ അഥവാ നിർമ്മിത ബുദ്ധിയുടെ വികസനം അടക്കം, അതുപോലെ തന്നെ സെമി കണ്ടക്ടറുകൾ അല്ലെങ്കിൽ അർദ്ധചാലകങ്ങൾ, ഇന്ത്യ സെമി കണ്ടക്ടറുകളുടെ വലിയ രീതിയിലുള്ള ഒരു ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഈ വികസിത് ഭാരത് എന്ന് പറയുന്ന നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് പദ്ധതിയിൽ പറയുന്നത്. സെമി കണ്ടക്ടറുകളുടെ ഒരു ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുമെന്നാണ്. ആ രംഗത്ത് ജപ്പാനുമായി ഈ സാങ്കേതിക രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കാനും ഈ ധാരണാപത്രം ലക്ഷ്യമിടുന്നു. അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ ഇന്ത്യക്ക് വികസനത്തിന് അടയാളപ്പെടുത്താൻ കഴിയും എന്നുള്ളത്, എളുപ്പത്തിൽ ബിസിനസ് സംരംഭങ്ങളെ മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകൾ, ശുദ്ധമായ ഊർജം, നിർണായകമായിട്ടുള്ള ധാതുക്കൾ മുതലായ മേഖലകളിലെല്ലാം തന്നെ സഹകരണം ഉറപ്പുവരുത്താൻ ഈ ധാരണാപത്രം ലക്ഷ്യമിടുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇരു രാജ്യങ്ങളും ആദ്യമായാണ് ഒരു പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെക്കുന്നത്. ഊർജ പ്രതിരോധ രംഗങ്ങളിലെ ഏറ്റവും സുപ്രധാനമായ കരാറാണ് ഇന്ന് ഒപ്പുവെച്ചിട്ടുള്ളത്. അതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണ വികസന പദ്ധതി, അതായത് യൂണിക്കോൺ എന്ന പേരിൽ ഒരു നേവൽ റേഡിയോ ആന്റിന അടക്കം ഉൾപ്പെടുന്ന ഒരു പദ്ധതിക്കാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒപ്പിടുന്ന ആദ്യത്തെ പ്രതിരോധ സഹകരണ കരാർ കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. എന്തായാലും ഈ 3 രംഗങ്ങളിലാണ് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതും ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ളതും. അതോടൊപ്പം തന്നെ മറ്റ്
ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിലൂടെ ഇന്ത്യയിൽ 1000 ബയോഗ്യാസ് ജൈവവള പ്ലാന്റുകൾ സ്ഥാപിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സുസ്ഥിരതയ്ക്കും ഗ്രാമീണ ഉപജീവന മാർഗത്തിനും ഇതുവഴി കൂടുതൽ അവസരം നൽകും എന്നിങ്ങനെയുള്ള പദ്ധതികളും ഈ ഇന്ത്യ ജപ്പാൻ സഹകരണത്തിലൂടെ ആലോചിക്കുന്നുണ്ട്. ഇതെന്തായാലും ഇനി ഇപ്പോൾ നടന്ന ഈ 16ാമത് ഉച്ചകോടി അതോടൊപ്പം തന്നെ ഇനി നടക്കുന്ന 2027 ഉച്ചകോടിയിൽ കൂടുതൽ സംരംഭങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയും ജപ്പാനും എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ 5 സമ്പദ് വ്യവസ്ഥകളിൽ 2 എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സമ്പദ് വ്യവസ്ഥകളും തമ്മിലുള്ള സഹകരണം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും ഒരേ രീതിയിൽ വലിയ രീതിയിലുള്ള നേട്ടം നൽകുന്ന ഒന്നായിരിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ശരി, വ്യക്തമാണ്. എന്തായാലും ഇന്ത്യയും ജപ്പാനും തമ്മിലൊരു നിർണായക ചർച്ചയാണ് നടന്നത്. സാമ്പത്തിക സാങ്കേതിക മേഖലകളിലെ സഹകരണവും നിർമ്മിത ബുദ്ധി വികസനം എന്നീ വിഷയങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. എന്തായാലും പ്രധാന സഹകരണ കരാറുകളും ഒക്കെ ഇരു നേതാക്കളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.